അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ആഫിർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ലത്തറവുന്നഹ എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം. ഓപ്ഷൻസ് റാ, ഹ, നൂൻ. ലത്തറവുന്നഹ. ഈ അക്ഷരങ്ങളിൽ ഏതക്ഷരത്തെയാണ് നാം മണിച്ച് ഓതിയത്? ലാമിനെയാണോ? അല്ല. തായനെയാണോ? അല്ല. റാവുമല്ല, വാവുമല്ല, ഹാവുമല്ല. നൂനിനെയാണ് മണിച്ച് ഓതിയത്. നൂനിന് ശബ്ദാണ്, അതുകൊണ്ടാണ് മണിച്ച് ഓതിയത്. ശരിയുത്തരം നൂൻ. 2. യദ്ഖുലൂന എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം. ഓപ്ഷൻസ് യാ, ലാമ്, ഖാ. യദ്ഖുലൂന. നാം എപ്പോഴാണ് ഒരു അക്ഷരത്തെ നീട്ടി ഓതുക? ഒരു അക്ഷരത്തിന് ശേഷം മദ്ദക്ഷരങ്ങളായ അലിഫ് അല്ലെങ്കിൽ വാവ് അല്ലെങ്കിൽ യാ, ഈ 3 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ നമ്മൾ നീട്ടി ഓതും. ഫതഹാണെങ്കിൽ മദ്ദക്ഷരമായ അലിഫ് കൊണ്ട് നീട്ടി ഓതും. കസ്റാണെങ്കിൽ മദ്ദക്ഷരമായ യാവ് കൊണ്ട് നീട്ടി ഓതും. ലമ്മാണെങ്കിൽ മദ്ദക്ഷരമായ വാവ് കൊണ്ട് നീട്ടി ഓതും. അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് യദ്ഖുലൂന എന്ന പദത്തിൽ ഏത് അക്ഷരത്തിന് ശേഷമാണ് മദ്ദക്ഷരം വന്നിരിക്കുന്നത് എന്ന് നോക്കുക. ലാമിന് ശേഷമാണ് മദ്ദക്ഷരം വന്നിരിക്കുന്നത്. ലാമിന് ലമ്മാണ്, അതുകൊണ്ട് വാവ് ഉപയോഗിച്ച് നീട്ടി ഓതി. ഈ 3 ഓപ്ഷനിൽ ശരിയായ ഉത്തരം ലാം. 3. ഖുർആനിലുള്ള പ്രത്യേക എഴുത്ത് രീതി. ഈ 3 ഓപ്ഷൻസിലും കൊടുത്തിരിക്കുന്നത് വല്ലൈലി എന്നാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഖുർആനിലുള്ള പ്രത്യേക എഴുത്ത് രീതി. ഈ 3 ഓപ്ഷനിൽ ഏത് വല്ലൈലിയാണ് ഖുർആനിലുള്ളത് എന്നാണ് നോക്കേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായത്, വല്ലൈലി. 4. അർആഹു എന്ന് ഓതുമ്പോൾ ശബ്ദം പുറത്തു വരരുത്. ഓപ്ഷൻസ് ഹംസയുടെ, റാഇൻ്റെ, നൂനിൻ്റെ. അർആഹു എന്നതിൽ റായിൻ്റെ ശബ്ദം പുറത്തു വന്നു, അതുപോലെ ഹംസയുടെ ശബ്ദവും പുറത്തു വന്നു. നൂനിൻ്റെ ശബ്ദമാണ് പുറത്തു വരാത്തത്. അതിനുള്ള കാരണങ്ങൾ കൂട്ടുകാർ ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇവിടെ നൂനിൻ്റെ ശബ്ദം പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഇദ്ഗാമും ബിലാ ഗുന്ന. 5. ഹായിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം. ഓപ്ഷൻസ് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ ഫയുഅദ്ദിബുഹുല്ലാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. ശരി ഉത്തരം 1. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഇനി അടുത്തത് ചേറുംപടി ചേർക്കുക. അതിൽ 6. ഷദ്ദുള്ള നൂനിനെ മണിച്ചു. 7. ഖാഫിൽ വഖഫ് ചെയ്തു. 8. ഷദ്ദുള്ള മീമിനെ മണിച്ചു. 9. നൂനിൽ വഖഫ് ചെയ്തു. ഇപ്പുറത്ത് നോക്കൂ. വത്തഖുല്ലാഹ വഅതീഊൻ. ബി ഹുബ്ബൻ ജമ്മ. സി മിൻ ശർരി മാ ഖലഖ്. ഡി മലിക്കിൻ നാസ്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 6. ഷദ്ദുള്ള നൂനിനെ മണിച്ചു. ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ശരിയായത് ഡി, മലിക്കിൻ നാസ്. ഇവിടെയാണ് നമ്മൾ നൂനിനെ മണിച്ചത്. 7. ഖാഫിൽ വഖഫ് ചെയ്തു. ശരിയുത്തരം
സി മിൻ ഷർരി മാ ഖലഖ്. ഇവിടെ ഖാഫിൽ വഖഫ് ചെയ്തു. 8 ഷദ്ദുള്ള മീമിനെ മണിച്ചു. ശരിയുത്തരം ബി ഹുബ്ബൻ ജമ്മ. ഷദ്ദുള്ള മീമിനെ മണിച്ചു. 9 നൂനിൽ വഖഫ് ചെയ്തു. ശരിയുത്തരം എ വത്തഖുല്ലാഹ വഅതീഊൻ. വഅതീഊൻ എന്നതിൽ വഖഫ് ചെയ്തത് നൂനിലാണ്. ചേറുംപടി ചേർക്കുക എന്നതിൽ ബി. 10 കാന ബിഹി ബസീറ. 11 ലാ അഅ്ബുദു. 12 ബിറബ്ബിൽ ഫലഖ്. 13 മലിക്കിൻ നാസ്. ഇപ്പുറത്ത് നോക്കൂ എ ഫി സുദൂരിൻ നാസ്. ബി ഇലാ അഹ്ലിഹി മസ്റൂറ. സി വലാ അൻതും. ഡി മിൻ ശർരി മാ ഖലഖ്. ഈ ചേറുംപടി ചേർക്കുക കുറച്ച് വ്യത്യാസമാണ്. അതായത് ഈ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളും ഈ ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളും ഒരേപോലെ ആയിരിക്കണം. ഉദാഹരണത്തിന് കാന ബിഹി ബസീറ എന്നതിൽ ബിഹി ഈ ഹായിനെ നമ്മൾ നീട്ടി ഓതി. ഇതിന് ശരിയായ ഉത്തരം ബി ഓപ്ഷൻ. ഇലാ അഹ്ലിഹി മസ്റൂറ. ഇവിടെയും അഹ്ലിഹി നീട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? 11 ലാ അഅ്ബുദ്. ശരി ഉത്തരം സി വലാ അൻതും. ഈ രണ്ടെണ്ണത്തിലും ലാമിനെ നമ്മൾ നീട്ടിയിട്ടുണ്ട്. ലാമിന് ശേഷം എന്താണ്? അലിഫാണ്. 12 ബിറബ്ബിൽ ഫലഖ്. ശരി ഉത്തരം ഡി മിൻ ശർരി മാ ഖലഖ്. ഇവിടെയും ഖാഫിൽ വഖഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തും ഖാഫിൽ വഖഫ് ചെയ്തിട്ടുണ്ട്. 13 മലിക്കിൻ നാസ്. ശരി ഉത്തരം എ ഫി സുദൂരിൻ നാസ്. ഈ രണ്ടെണ്ണത്തിലും ഷദ്ദുള്ള നൂനിനെ മനിച്ച് ഓതിയിട്ടുണ്ട്. ബി സി ഡി എ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 14 ഇൻദ റബ്ബിഹിം എന്ന് ഓതുമ്പോൾ ഡാഷിനെ വെളിവാക്കരുത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നൂനിനെ. ഇൻദ റബ്ബിഹിം എന്ന് ഓതുമ്പോൾ നൂനിനെ വെളിവാക്കരുത്. 15 വമാ അദ്റാക എന്നതിൽ ഡാഷിനെ കൂടുതൽ നീട്ടി ഓതണം. വമാ അദ്റാക. ഏതക്ഷരത്തെയാണ് നീട്ടി ഓതിയത്, അതായത് കൂടുതൽ നീട്ടി ഓതിയത്? ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മീമിനെ. 16 വതവാസൗ എന്നതിൽ ഡാഷ് അക്ഷരങ്ങളുണ്ട്. നമുക്ക് എണ്ണി നോക്കാം. വാവ്, താ, വാവ്, വാവിനെ നീട്ടാൻ അലിഫ്, സ്വാദ്, വാവ്. മൊത്തം 6 അക്ഷരങ്ങളുണ്ട്. 17 അലം തറ കൈഫ എന്ന് തുടങ്ങുന്ന സൂറത്തിൻ്റെ പേർ ഡാഷ് എന്നാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സൂറത്തുൽ ഫീൽ. 18 ലിറബ്ബിഹി ലകനൂദ് എന്നതിൽ ഹായിനെ ഡാഷ് ഓതണം. ലിറബ്ബിഹി ലകനൂദ്. ഹായിനെ നീട്ടി ഓതില്ലേ? ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നീട്ടി. നമുക്ക് ഇവിടെ പൂരിപ്പിച്ചതെല്ലാം ഒന്ന് ചേർത്ത് വായിച്ചു നോക്കാം. ഇൻദ റബ്ബിഹിം എന്ന് ഓതുമ്പോൾ നൂനിനെ വെളിവാക്കരുത്. അടുത്തത് വമാ അദ്റാക എന്നതിൽ മീമിനെ കൂടുതൽ നീട്ടി ഓതണം. 16 വതവാസൗ എന്നതിൽ 6 അക്ഷരങ്ങളുണ്ട്. 17 അലം തറ കൈഫ എന്ന് തുടങ്ങുന്ന സൂറത്തിൻ്റെ പേർ സൂറത്തുൽ ഫീൽ എന്നാണ്. 18 ലിറബ്ബിഹി ലകനൂദ് എന്നതിൽ ഹായിനെ നീട്ടി ഓതണം. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 19 അൻഖള ലഹറക. ഇതിൽ വാദുള്ള പദമേത്? ഉത്തരം അൻഖള. 20 ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. ഇതിൽ എത്ര ദാലുകളുണ്ട്? ഫദാലിക എന്നതിൽ ഒരു ദാല്, അല്ലദീ എന്നതിൽ ഒരു ദാല്. ഇനി യദ്ഉ
അതിൽ ദാലാണുള്ളത്, ദാലല്ല. മൊത്തം 2 ദാലുകളുണ്ട്. ഉത്തരം 2. 21. ഫമയ്യ അമൽ എന്ന് ഓതുമ്പോൾ ശബ്ദം പുറത്തു വരാൻ പാടില്ലാത്ത അക്ഷരമേത്? ഫമയ്യ അമൽ. ഇതിൽ നൂനാണ് ശബ്ദം പുറത്തു വരാൻ പാടില്ലാത്ത അക്ഷരം. ഉത്തരം നൂൻ. 22. റിഹ്ലത്ത, ജൂഇൻ, ഖൗഫ്. ഇതിൽ ഹ ഉള്ള പദമേത്? ജൂഇൻ, ഖൗഫ്. ഈ 2 പദത്തിലും ഹ ഇല്ല. റിഹ്ലത്ത എന്നതിലാണ് ഹ ഉള്ളത്. ഉത്തരം റിഹ്ലത്ത. 23. വറഅയ്ത അന്നാസ യദ്ഖുലൂന. ഇതിൽ മണിച്ച് ഓതേണ്ട അക്ഷരമേത്? ഉത്തരം അന്നാസ എന്നതിലുള്ള നൂൻ. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. സ്വാദുള്ള പദങ്ങൾ എടുത്തെഴുതുക. വബ്ഹ, സ്വബ്റ, സബീലുൻ, നസ്റുൻ, ശുക്കൂറുൻ, നഖുസ്സു, അസുലുൻ. ഇതിൽ സ്വാദുള്ള പദങ്ങൾ എടുത്തെഴുതണം. ഉത്തരം സ്വബ്റൻ, നസ്റുൻ, നഖുസ്സു, അസുലുൻ. 25. ശംസിയായ ഹർഫുകളിൽ 4 എഴുതുക. ഉത്തരം താ, സാ, ദാല്, സാല്. 26. ഖാഫുള്ള 4 പദങ്ങൾ എഴുതുക. ഉദാഹരണം ഖമർ. ഇതുപോലെ ഒരു 4 പദങ്ങൾ എഴുതണം. ഉത്തരം ഖൽബുൻ, വറഖുൻ, ഖത്തറുൻ, ഖിർദ്. 27. അക്ഷരങ്ങൾക്ക് മുകളിൽ ഈ ചിഹ്നം കണ്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം ആ അക്ഷരങ്ങളെ കൂടുതൽ നീട്ടി ഓതണം. 28. വഇന്നഹു അലാ സാലിക എന്നതിൽ ഹായിനെ എങ്ങനെ ഓതണം? ഉത്തരം ഹായിനെ നീട്ടി ഓതണം. 29. അറഅയ്ത, സുദൂരി, നഷ്റഹ്, ഇയ്യാക, ഫഅസർന, നഅ്ബുദു. ഇവയിൽ റാ ഉള്ള വാക്കുകൾ ഏതെല്ലാം? ഉത്തരം അറഅയ്ത, സുദൂരി, നഷ്റഹ്, ഫഅസർന. 30. സൂറത്തുൽ ഫാത്തിഹയിൽ മീം കൊണ്ട് ആരംഭിക്കുന്ന ആയത്തേത്? ഉത്തരം മാലികി യൗമിദ്ദീൻ. 31. ഇന്നഹ അലൈഹിം മുഅ്സദഹ് എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരം എങ്ങനെ ഉച്ചരിക്കണം? ഉത്തരം അവസാനത്തെ അക്ഷരം ഹ ആയി ഉച്ചരിക്കണം. അടുത്ത പ്രവർത്തനം കണ്ടെത്തി എഴുതുക. 32. സൂറത്തുൽ മസദിൽ ബാ വന്ന 4 പദങ്ങൾ. അപ്പോൾ നോക്കൂ. 1 തബ്ബത്ത്, 2 ലഹബ്, 3 കസബ്, 4 ഹത്തബ്. 33. സൂറത്തുൻ നാസിൽ ഷദ്ദുള്ള നൂൻ വന്ന 4 പദങ്ങൾ. അപ്പോൾ നോക്കൂ. 1 അന്നാസ്, 2 ഖന്നാസ്, 3 അൽ ജിന്ന, 4 വന്നാസ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.